സാർ, ഈ പാകിസ്ഥാനിൽ എന്തെങ്കിലും ഭരണഘടനാ ഭേദഗതി വരുത്താൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനകളുണ്ടെന്ന് കേൾക്കുന്നു. അതായത് ഒരു ഭരണഘടനാ കോടതിയോ മറ്റോ നിലവിൽ വരുത്താൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു ഭരണഘടനയുടെ 26ാമത്തെ ഭേദഗതി പാകിസ്ഥാനിൽ വരുന്നു എന്നുള്ള സൂചനയുണ്ട്. ഇത് വളരെ രഹസ്യമായിട്ട് ഈ ഷഹബാസ് പുതിയ ഷരീഫിൻ്റെ സർക്കാർ വെച്ചിരിക്കുകയായിരുന്നു രഹസ്യമായിട്ട് ഇതിൻ്റെ കരട് ബില്ല്. പക്ഷെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ചില പത്രങ്ങളിൽ ആ കരട് ബില്ലിൻ്റെ ഉള്ളടക്കം വന്നപ്പോൾ ആളുകൾ മുഴുവൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യറിയെ അടിമുടി മാറ്റുന്ന ഒരു ബില്ലാണ് വന്നിരിക്കുന്നത്. ഈ സുപ്രീം കോടതി ഇരിക്കെ തന്നെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് സുപ്രീം കോടതിയാണല്ലോ ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സുപ്രീം കോടതിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഉണ്ടാവും ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കാൻ. ഇവിടെ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഭരണഘടനാ കോടതി തന്നെ പാകിസ്ഥാനിൽ സ്ഥാപിക്കാൻ പോകുന്നു. ഈ ബില്ല് പാസ്സായി കഴിയുമ്പോൾ പാസ്സാകുമോ എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെയാണ് ഈ കരട് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിക്കെതിരെ ഇപ്പോൾ നീങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2022 മെയ്യിൽ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. MP-മാർ വോട്ട് ചെയ്യുന്ന സമയത്ത് ഏത് പാർട്ടിയിലാണോ നിൽക്കുന്നത് ആ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം, കൂറുമാറാൻ പാടില്ല എന്നൊരു ഉത്തരവുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഇല്ല പാകിസ്ഥാനിൽ. ഭൂരിപക്ഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് MP-മാരെ മാറ്റണമല്ലോ, കോഴ. അത് സുപ്രീം കോടതി സമ്മതിക്കുന്നില്ല. 2022 മെയ്യിൽ സുപ്രീം കോടതി ഉത്തരവ് കൂറുമാറ്റത്തിന് വിരുദ്ധമായിട്ടുള്ള ഉത്തരവാണ്. അപ്പോൾ അത് സർക്കംവെൻറ്റ് ചെയ്യാൻ, എങ്ങനെയെങ്കിലും കടന്നു കയറാൻ ആണ് പുതിയ ഈ ഭരണഘടനാ ഭേദഗതി 26ാമത്തെ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇത് കേട്ട ഉടനെ ആളുകൾ, വിവരമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇത് പിശാചിൻ്റെ പണിയാണ്, ദേശീയ ആത്മഹത്യ ഉടമ്പടിയാണ് എന്നൊക്കെ പല പണ്ഡിതന്മാരും പറയുന്നതായിട്ട് ഞാൻ വായിച്ചു. സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ ഫൈസൽ ചൗധരി പറഞ്ഞിട്ടുണ്ട്, ഇത് ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമാണ്, ജനാധിപത്യത്തിൻ്റെ മേലുള്ള ആക്രമണമാണ്, ജുഡീഷ്യറിയുടെ മുകളിലുള്ള ആക്രമണമാണ്. നമ്മൾ ഇരുണ്ട യുഗങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ചീഫ് ജസ്റ്റിസിനെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് ഗാസി എന്നാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന് ആവശ്യമുണ്ട് സർക്കാരിന്. അയാൾ ഇവരുടെ പാവയാണ്. ആ ചീഫ് ജസ്റ്റിസിനെ എടുത്ത് ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പം 336 സീറ്റാണ് ഈ ലോവർ ഹൗസ് നാഷണൽ അസംബ്ലിയിലും 336 സീറ്റാണ് മൊത്തം ഉള്ളത്. അതിൽ 224 വോട്ട് ആവശ്യമുണ്ട്. അതുപോലെ ഈ സെനറ്റിൽ 96-ൽ 64 സീറ്റാണ് ഉള്ളത്. മറ്റേതിൽ 224, ഭൂരിപക്ഷം ഇല്ല ഷഹബാസ് ഷെരീഫിൻ്റെ സഖ്യത്തിന്. പ്രതിപക്ഷം അവരുടെ കൂടെ ഇല്ല. നാഷണൽ അസംബ്ലിയിൽ ഇപ്പോൾ 214 സീറ്റും സെനറ്റിൽ 54 ഉള്ളൂ. ഭൂരിപക്ഷം അങ്ങനെയില്ല. ഇമ്രാൻ്റെ പാർട്ടി PTI, ആ പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ടാണ് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗാസി ഫോസ് ഈസയ്ക്ക് പുതിയ തസ്തിക, അയാൾ റിട്ടയർ ചെയ്യാൻ പോവാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഇവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നു, ഷെരീഫ് പറയുന്നത്. അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പദവി ഭരണഘടനാ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഒക്ടോബർ 25-ാം തീയതി ഈ ഗാസി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യും. തിങ്കളാഴ്ച പത്രങ്ങളിൽ കരട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്നായിരിക്കും ഭരണഘടനാ കോടതിയുടെ പേര് എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതിക്ക് പുറമെയാണ് വരുന്നത്. പക്ഷേ സുപ്രീം കോടതി പിന്നെ നോക്കുകുത്തിയാവും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ സുപ്രീം കോടതി ആവശ്യമില്ലാതെ വരുന്നു. ഈ ക്രിമിനൽ കേസുകളൊക്കെ ലോവർ കോർട്ടുകളിലല്ലേ തീരുമാനിച്ചു പോകുന്നുണ്ട്. പിന്നെ അല്ലാത്ത പ്രധാനപ്പെട്ട കേസുകളുടെ ഒന്നും അപ്പീലിപ്പോൾ സുപ്രീം കോടതിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പീൽ കോടതിയല്ലേ സുപ്രീം കോടതി. ഇപ്പോൾ ജഡ്ജിമാരെയും ഇങ്ങനെ
അതായത് ആ കരട് ബില്ലിൽ പറയുന്നത് ചീഫ് ജസ്റ്റിസിനെ, ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ട് നിയമിക്കും, കൺസൾട്ട് ചെയ്തിട്ടെന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നിയമിക്കുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജഡ്ജിമാരെയും ഇങ്ങനെ, ആ ഭരണഘടനാ കോടതിയിലെ ജഡ്ജിമാരെയും ഇങ്ങനെ തന്നെ ഹാൻഡ് പിക്ക് ചെയ്യുകയാണ്. ഇവർക്ക് വേണ്ടപ്പെട്ടവരെ എടുക്കുക എന്നുള്ളതാണ് വ്യവസ്ഥ. പ്രസിഡന്റ് നിയമിക്കുന്ന പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയോട് ആലോചിച്ചിട്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട ഒരു ഭരണഘടനാ കോടതി വന്നിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മെയിലെ ഉത്തരവുണ്ടല്ലോ 2022 മെയില് കൂറുമാറാൻ പാടില്ല എന്നുള്ളത്, ആ ഉത്തരവ് റദ്ദാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായിരിക്കും ആദ്യത്തെ ദൗത്യം. ഈ ഭരണഘടനാ കോടതിയിൽ വിരമിക്കൽ പ്രായം 68, മറ്റ് കോടതികളിലൊക്കെ 65ആണ്. അപ്പം 3 വർഷം കൂട്ടിക്കിട്ടും. അതൊരു ആകർഷണമാണല്ലോ. അപ്പം ഇതിനു വേണ്ടി ആളുകൾ ചിലപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. 2022 മെയിലെ ഈ റൂളിങ് സുപ്രീം കോടതിയുടെ റദ്ദാക്കും. ഇവർക്ക് വേണ്ട ആളുകൾക്ക് കാശ് കൊടുത്ത് MP-മാരാക്കി ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MP-മാർക്ക് അങ്ങനെയാണെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ വോട്ട് ചെയ്യാമല്ലോ, ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ, അവിശ്വാസ പ്രമേയം വരികയാണെങ്കിലും ഒക്കെ. അപ്പോൾ മാത്രമല്ല, അങ്ങനെ ഒരു MP-മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണഘടനാ ഭേദഗതി വിജയിക്കണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ല, ഭൂരിപക്ഷം വേണമല്ലോ. അപ്പോൾ ഈ ആകർഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്യാനുള്ള അവസരം വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കാശ് കൊടുത്തും MP-മാർക്ക് കാശ് കൊടുത്ത് ഈ ഭരണഘടനാ ഭേദഗതിയും ചിലപ്പോൾ വിജയിപ്പിക്കാൻ കഴിയും എന്ന് സർക്കാർ കരുതുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നടപടികൾ, ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, നാഷണൽ സെക്യൂരിറ്റി, ആ ഉദ്യോഗസ്ഥരെടുക്കുന്ന നടപടികൾ ഒരു കോടതിയും സ്ക്രൂട്ടിനൈസ് ചെയ്യരുതെന്ന് ഈ കരട് ബില്ലിൽ പറയുന്നുണ്ട്. അത്തരം നടപടികൾ ഒരു കോടതികളും ഇനി പരിശോധിക്കാൻ പാടില്ല. ഹൈക്കോടതി ജഡ്ജിമാരെ ഇഷ്ടം പോലെ മാറ്റാം എന്ന് പറയുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഈ വളരെ സെൻസിറ്റീവായ നിർണായക പ്രാധാന്യമൊക്കെയുള്ള കേസുകളുണ്ടല്ലോ, സർക്കാരിനെതിരെയൊക്കെ വരുന്നതോ പ്രധാനമന്ത്രിക്കെതിരെ വരുന്നതൊക്കെ, ഇതൊക്കെയാണല്ലോ സെൻസിറ്റീവ് കേസ്, പ്രമാദമായ കേസുകൾ. ഇതൊക്കെ സമ്മതമില്ലാതെ തന്നെ, ഹൈക്കോടതിയുടെയൊക്കെ സമ്മതമില്ലാതെ തന്നെ വേറെ കോടതികളിലേക്ക് മാറ്റാമെന്നും കരട് ബില്ലിൽ പറയുന്നുണ്ട്. കേസ് തോന്നുന്ന പോലെ സർക്കാരിന് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ മാറ്റാം എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തുക എന്ന് പറയുന്നത് ഒന്നാമത് അവിടെ അരാജകത്വമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം നടപടിയായിട്ട് പോകുമ്പോൾ ആ രാജ്യം ഏതവസ്ഥയിലേക്കായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ IMF-ന്റെ വായ്പ അതിന് കിട്ടാൻ പോകുന്നില്ല, അതിന് നിഷേധിക്കപ്പെടും, ആളെ എടുക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അതെ. ആദ്യം ഇനി പാകിസ്ഥാൻ്റെ മുമ്പിലുള്ള ഒരു വഴി, അവിടെ എണ്ണ ശേഖരമുണ്ട്, പെട്രോൾ, ക്രൂഡ്, ആ ശേഖരം വേണമെങ്കിൽ അവർക്ക് കച്ചവടം ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കി റിപ്പോർട്ടുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ എണ്ണ ശേഖരം എടുക്കാനായിട്ട് ഷെൽ പോലുള്ള വലിയ കമ്പനികളില്ലേ, ആരാംകോ, സൗദി എന്നൊക്കെ പറഞ്ഞിട്ട്, അവർക്ക് താല്പര്യമില്ല പാകിസ്ഥാനിലേക്ക് വരാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ ഈ എണ്ണയൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സുരക്ഷാ ഭീഷണികൾ വരും, ആരെങ്കിലും വെടിവെച്ച് കൊന്നാലും ഒക്കെ. കാരണം ഈ അവിടെ മറ്റേ ആഭ്യന്തര പ്രശ്നം ഉണ്ട്, പിന്നെ പല സ്ഥലത്തും വിമതരുണ്ട്. ഈ പല ഗ്രാമങ്ങളിലും ഈ താലിബാൻ നേതൃത്വത്തിലുള്ള ഭീകരരാണ് ഭരണം നടത്തുന്നത് എന്നൊക്കെ പറയാം. അവർക്ക് സൈനികരെ ഒന്നും പേടിയില്ല. അപ്പോൾ അവരൊക്കെ ചെന്നിട്ട് ഈ പറയുന്ന അമേരിക്കക്കാരെ, അല്ല, അവിടെ മറ്റേ ചൈനയിൽ നിന്നുള്ള 5 എഞ്ചിനീയർമാരെ, 5 തീവ്രവാദികൾ, ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ, അവർ കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ബലൂചിസ്ഥാനിൽ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവരായിട്ട് മാറും. ബലൂചിസ്ഥാനിൽ തന്നെ വലിയ പ്രകൃതി വിഭവങ്ങളുള്ള സ്ഥലം, കോപ്പർ, സിൽവർ, ധാതു നിക്ഷേപങ്ങളുണ്ട്. അതൊന്നും ശരിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെയൊന്നും പോയി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഉദ്യോഗസ്ഥന്മാർക്ക്. അതുപോലെ ഈ അന്താരാഷ്ട്ര ഭീമന്മാര്, എണ്ണ, ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല റിസർവൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക്, ജീവനക്കാർക്ക് സുരക്ഷ അവർക്ക് ഉറപ്പ് വരുത്താൻ, ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക്
ഈ എണ്ണ പരിവേഷണം സ്വീകരിക്കാനും ഒന്നും ആരും തയ്യാറാവുന്നില്ല എന്ന് ഞാൻ വായിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മര്യാദക്കുള്ള ഒരു രാജ്യമൊന്നും അല്ലത്, മര്യാദക്കുള്ള ഒരു ഭരണമോ ഒന്നുമില്ല, അച്ചടക്കമോ ഒന്നുമില്ല. അജ്ഞാതന്മാർ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്നിട്ട് ഏതെങ്കിലും ഒരു അജ്ഞാതനെ പിടിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഈ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്തേക്ക് നിക്ഷേപം നടത്താൻ അല്ലെങ്കിൽ ഇത്തരം പരിവേഷം നടത്താൻ ആളുകൾ വരാതിരുന്നാൽ ആ രാജ്യം ഏതാണ്ട് കൂപ്പുകുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ട് സുപ്രീം കോടതിയെ കൊച്ചാക്കുന്ന വിധത്തിൽ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമല്ലല്ലോ, ആർക്കും എങ്ങനെ വേണമെങ്കിലും വോട്ട് ചെയ്യാമെന്നൊക്കെ പറയാം. ഇവർ കൊണ്ടുപോയി കാശ് കൊടുത്തിട്ട് ഇപ്പം ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ, 26ാം ഭരണഘടനാ ഭേദഗതി, അതിപ്പോൾ എം പിമാരെ കാല് മാറ്റിയിട്ട് ഇമ്രാൻ്റെ ആളുകളൊക്കെ പിടിച്ചിട്ട് കുറച്ചുപേര് എപ്പോഴും കോഴയുടെ മുമ്പിൽ വീഴുമല്ലോ. അങ്ങനെ ചെയ്താലേ ഇത് പാസ്സാവുള്ളൂ. പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല. അപ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ആ ബില്ല് പാസ്സാക്കാൻ തന്നെ കോഴ കൊടുക്കണം എന്നുള്ള അവസ്ഥ. അത് പിന്നെ സുപ്രീം കോടതിയിൽ പോയാൽ നിൽക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഭരണഘടനാ കോടതി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്, സുപ്രീം കോടതിയുടെ മുകളിൽ ഒരു പ്രത്യേക കോടതി. അപ്പോൾ അതുകൊണ്ട് ഇത് പാസ്സാവുകയോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് രാജ്യാന്തര സമൂഹത്തിൻ്റെ മുമ്പിലും. കാരണം സുപ്രീം കോടതി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളതാണല്ലോ, എല്ലാ രാജ്യങ്ങളിലുള്ള അപ്പീൽ കോടതിയാണത്. അത് അവിടെ ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഈ ഭരണഘടനാ ഭേദഗതി പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് രാജ്യാന്തര മാധ്യമങ്ങളും നമുക്കൊക്കെ ഒരുപോലെ ഉറ്റുനോക്കാം അല്ലേ? അങ്ങനല്ലേ പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.